നമ്മൾ തിരിച്ച് SVRലേക്ക് പോവാണ്. SVR അതിൻ്റെ ബൈബിളിൻ്റെ ഏത് അധ്യായത്തിൽ, ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായത്തിൽ, ഏത് വാക്യത്തിലാണ് താങ്കൾ ചോദിച്ച ചോദ്യം കിടക്കുന്നത്? താങ്കൾ വായിച്ചിട്ട് നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ. ഓക്കെ ബ്രദർ. അതായത് നിങ്ങൾ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ബൈബിളിൽ പറയുന്നു എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ചിട്ട്, ബ്രദറെ കേൾക്കും, നിങ്ങൾ ബൈബിളിൽ നിന്ന് വായിച്ചിട്ട് നിങ്ങൾ ചോദ്യം ചോദിച്ചോളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ബൈബിളിൽ പറയുന്നു എന്ന് പറഞ്ഞു കഴിയും. അതിന് ആദ്യം വിശദീകരണമല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ മറ്റുള്ളവർ കേൾക്കട്ടെ, എന്നിട്ട് ചോദിക്കും പ്ലീസ്. അതെ, ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനെ മരത്തിലാണ് തൂക്കിക്കൊന്നത്. 29-ാമത്തെ അധ്യായം 10-ന്റെ 39-ാമത്തെ വചനം വായിച്ചോളൂ. ആ വാക്യം എഴുതിയിരിക്കുന്നത് പോലെ വായിച്ചോളൂ. യഹൂദന്മാരുടെ ദേശത്തും ജെറുസലേമിലും അവൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ സാക്ഷികളാണ്. അവർ അവനെ മരത്തിൽ തൂക്കിക്കൊന്നു. ഇവിടെ മരത്തിലാണെന്ന് പറയുന്നുണ്ട്. അതേ സ്ഥാനത്ത് നമ്മുടെ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ അധ്യായങ്ങളിൽ കുരിശിൽ തറച്ചു എന്നാണ് പറയുന്നത്. അപ്പോ യേശു നിങ്ങൾക്ക് ദൈവമാണ്. ആ ദൈവത്തെ മരത്തിലാണോ കുരിശിലാണോ കൊന്നത് എന്നാണ് എന്റെ ചോദ്യം ഉണ്ടായത്. സംസാരിച്ചോളൂ. ഓക്കെ, SC ബിജു ചോദിച്ചത് താങ്കൾ കേട്ടിരുന്നു കാണും. താങ്കൾ പറഞ്ഞു ദൈവത്തെ, ഞാൻ ആ കമന്റ് ഒന്നോടെ ഒന്ന് നോക്കാം. എവിടെ അത്? ആ കമന്റ് ഡിലീറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, ദൈവത്തെ മരത്തിലാണോ കുരിശിലാണോ കൊന്നത് എന്നായിരുന്നു ചോദിച്ചു. അത് തന്നെ. ഓക്കെ, അപ്പോ ഈ ആയത്തിൽ അങ്ങനെ ഉണ്ടോ, അതോ അത് SCയുടെ ഒരു വ്യാഖ്യാനമാണോ? എന്റെ വ്യാഖ്യാനമല്ല. നിങ്ങൾ യേശുക്രിസ്തു ദൈവമാണെന്ന് വ്യാഖ്യാനമല്ല. നോക്ക്, നമുക്ക് 1 by 1 ആയിട്ട് സ്ലോ ആയിട്ട് പോവാം. അതെ, ഞാൻ അതിന്റെ രണ്ടാമത്തെ ഭാഗം കൂടെ പറയാം. അപ്പൊ ആദ്യത്തെ ഭാഗത്തിനകത്ത് പ്രത്യേകിച്ച് താങ്കളുടെ ചോദ്യം അത്രേ ഉള്ളൂ. പിന്നെ താങ്കളുടെ വിദ്യാഭ്യാസവും പഠിത്തവും ഒക്കെ താങ്കളുടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി രണ്ടാമത്തതാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യമെങ്കിൽ ന്യായമായ ഒരു ചോദ്യമാണ്. ദൈവം ക്രൂശിൽ മരിച്ചു, നമുക്കതിന് ആൻസർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ദൈവം ക്രൂശിൽ മരിച്ചു എന്ന് ബൈബിള് പറയുന്നില്ല. 2, ദൈവം ക്രൂശിൽ മരിച്ചു എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ക്രൂശിൽ മരിച്ചു, നമുക്കതിന് ആൻസർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ദൈവം ക്രൂശിൽ മരിച്ചു എന്ന് ബൈബിള് പറയുന്നില്ല. 2, ദൈവം ക്രൂശിൽ മരിച്ചു എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവമായിരുന്നവൻ മനുഷ്യനായി ഈ ലോകത്തിൽ വന്നത്. ഷായ്ക്കൊരു അവസരോടെ താങ്കൾ രണ്ട് കാര്യങ്ങളാണ് താങ്കളുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ താങ്കൾ എഴുതിയതുപോലെ ഒരു ആയത്ത് ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. അതല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ, ഓക്കെ, അത് ഞാൻ ആ വാക്യത്തെ എന്റേതായ രീതിയിൽ വ്യാഖ്യാനിച്ചെഴുതിയതാണെന്ന് താങ്കൾ പറയാം. ഇതിനകത്ത് രണ്ടിലേതെങ്കിലും ഒരു കാര്യം താങ്കൾ ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ അതേപോലെ താങ്കൾ പറഞ്ഞ പോലെ ഒരു കുഴപ്പമില്ല. അതുപോലെ പ്രസംഗം മാത്രം വേണ്ട, കഥാപ്രസംഗം വേണോ? വേണ്ട, സമയം കൊടുത്തോ, കുഴപ്പമില്ല. ഒരു നിശ്ചിത സമയം കൊടുക്കുക. അപ്പൊ പിന്നെ റെഫറൻസ് വേണം കേട്ടോ, നമുക്ക് റെഫറൻസ് വേണം. പുള്ളി പറയുന്നത് പോലെയുള്ള വാക്യത്തിന്റെ റെഫറൻസ് വേണം. ഓക്കെ. അപ്പോ നിങ്ങൾ യേശു ദൈവമല്ല എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് അല്ലേ? ആണോ? യേശു ദൈവം എന്താണോ ഇപ്പൊ നിങ്ങൾ പറയുന്നത്? ദൈവത്തെ കുരിശിൽ കൊന്നു എന്ന് ബൈബിളിൽ എവിടെ ഇല്ല. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? യേശു ദൈവമാണെന്നും ആ ദൈവത്തെ പിന്നെ മനുഷ്യരുടെ പാപത്തിന് വേണ്ടി കുരിശിക്കപ്പെട്ടു, കുരിശിൽ തറച്ചു കൊന്നു എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ യേശു ദൈവമല്ല എന്ന് പറഞ്ഞാൽ എന്റെ വാദം കഴിഞ്ഞു. എന്റെ എനിക്ക് ചോദ്യമില്ല. നിങ്ങൾ യേശു ദൈവമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദ്യമില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്? ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്നും ആ ദൈവത്തെ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറച്ചുമെന്നും പാപപരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചെന്നും സ്വയം മരിച്ചെന്നൊക്കെയാണ് നിങ്ങളുടെ വാദം. അപ്പൊ യേശു ദൈവമല്ലെങ്കിൽ പിന്നെ എനിക്ക് ചോദ്യമില്ലല്ലോ. യേശു ദൈവമാണെന്ന് ബൈബിളിൽ എവിടെയും പറയുന്നില്ല. ബൈബിളിൽ യേശു ക്രിസ്തു ദൈവം, ഞാൻ ദൈവമാണ്, എന്നെ ആരാധിച്ചു എന്ന് പറയുന്ന ഒരു വചനം പോലും ബൈബിളില്ല. പിന്നെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. ആ ദൈവത്തെ നിങ്ങൾ യേശു ദൈവമാണ്, ആ ദൈവത്തെ മനുഷ്യർ മനസ്സിൽ കെട്ടിത്തൂക്കിക്കൊന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 10-ന്റെ 39 പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുരിശിലാണ് കൊന്നത്, കുരിശിൽ തറച്ചാണ് കൊന്നത് എന്ന് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ പിന്നെ ശിഷ്യന്മാർ എഴുതിയ ആ പുസ്തകങ്ങൾ പറയുന്നു. യേശു ക്രിസ്തു ദൈവമല്ല എന്നുള്ള വാദം നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഉണ്ടോ? ഓക്കെ, എന്റെ ചോദ്യം ഇത്രയായിരുന്നു. ഷാ പറയുന്നത് പോലെ ബൈബിളിൽ നിന്ന് ഒരു റെഫറൻസ് തരാനായിട്ട്. അപ്പോൾ അദ്ദേഹം ആ റെഫറൻസ് തന്നില്ല. അപ്പോൾ അത് അദ്ദേഹം സമ്മതിക്കാണ്, എഴുതിയിട്ടതുപോലെയുള്ള ഒരു ബൈബിൾ വേഴ്സ് ഇല്ല. ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാണ്. SV ശരിയല്ലേ? താങ്കൾ എഴുതിയതുപോലെ ഒരു ബൈബിൾ വേഴ്സ് ഇല്ലല്ലോ. അതായത് യേശു ദൈവമാണെന്ന് ബൈബിളിലെ വചനം വേണ്ടേ? ഹലോ എക്സ്പ്ലനേഷൻ അല്ല, നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി മോനെ. ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ എഴുതിയിട്ടതുപോലെ ഒരു വാക്യം, ദൈവം ക്രൂശിൽ മരിച്ചു എന്നുള്ള വാക്യം ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? ബാക്കി ഞങ്ങൾ പഠിപ്പിച്ചാണെന്ന് പറഞ്ഞല്ലോ. അതിന് യേശു ദൈവമാണെന്ന് ബൈബിളിൽ ഇല്ലല്ലോ. യേശു പറയുന്നില്ലല്ലോ ഞാൻ ദൈവമാണെന്ന് യേശുവിടെ പറയുന്നത്.
ഇനി പിന്നെ ദൈവം മരിക്കുക. അപ്പൊ യേശു ദൈവമല്ല എന്നല്ല ഇതിന്റെ വ്യക്തമായത്. ചോദിച്ചതിന് മാത്രം ഉത്തരം പറ. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറ. ഷാ എഴുതിയിട്ടത് നുണയാണോ അല്ലയോ അത് പറ. ഞാൻ എഴുതിയിട്ടത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. ഹലോ ക്രിസ്ത്യാനികളുടെ കാര്യമല്ല ചോദിച്ചേ. ബൈബിളിൽ എഴുതിയിട്ടതുപോലെ ഉണ്ടോ? താങ്കൾ എഴുതിയിട്ടതുപോലെ. ഓക്കെ, അപ്പൊ താങ്കൾ അങ്ങനെ എഴുതിയിട്ടതാണ്, ശരിയല്ലേ? ഹലോ കേക്ക്. അപ്പോസ്തല പ്രവൃത്തി 10:39 ഇതിനകത്ത് എഴുതിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ്, ശരിയല്ലേ? നിങ്ങൾക്ക് യേശുക്രിസ്തു ദൈവമാണോ? അതിനൊരു മറുപടി. ചോദിച്ചതിന് ഉത്തരം പറയും. ചോദിച്ചതിന് ഉത്തരം പറയും. ചോദിച്ചതിന് ഉത്തരം പറയും. ചോദിച്ചതിന് ഉത്തരം. അതുകൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കാം. ഞങ്ങൾ നിങ്ങൾ പഠിപ്പിക്കാൻ തന്നെയാണ് ഇരിക്കുന്നത്. അഭ്യാസം കൂടെ വേണ്ട. നിങ്ങളെ പഠിപ്പിക്കും, ഞങ്ങൾ പഠിപ്പിക്കാം, എല്ലാം പഠിപ്പിക്കാം. പക്ഷെ ആദ്യം ആണോ അല്ലേ അത് പറ. അത് പറഞ്ഞാൽ തിരിച്ചെടുക്കുന്നു. ഷാ ഒന്ന് മ്യൂട്ട് ചെയ്തു. ഞാൻ എനിക്ക് വിജയനോടാണ് സംസാരിക്കാനുള്ളത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അതുപോലുള്ള വാക്യം കൊണ്ടുവന്നില്ലെങ്കിൽ ഇന്നത്തെ കോട്ട അടുത്ത ദിവസം അടുത്ത കോട്ടയായിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞ കോട്ടയം എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഓക്കെ, അത് പിന്നെ ഇവിടെ നിർത്തിയേ വേണ്ട. അത്രേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞതാണ് കറക്റ്റ്. ചോദ്യം ഒന്നുകൂടെ കേട്ടോ. എല്ലാം ഞങ്ങളെല്ലാം പഠിപ്പിച്ചു തരാം സഹോദര, എല്ലാം പഠിപ്പിച്ചു തരാം. ഷാ കമന്റിൽ എഴുതിയിട്ടത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള വാക്യം കാണിക്കാനാണ് താങ്കൾ മുകളിൽ കയറി വന്നത്. താങ്കൾക്ക് കാണിക്കാനുള്ള അവസരമുണ്ട്. ഇല്ലെങ്കിൽ താങ്കൾ പറയൂ, എനിക്ക് ബൈബിളിൽ നിന്ന് അങ്ങനെ കാണിക്കാൻ പറ്റില്ല, ഞാൻ നുണയാണ് എഴുതിയിട്ടത്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് അംഗീകരിക്കും. ഒന്നുകിൽ താങ്കൾ ബൈബിളിലെ ആയത്ത് കാണിക്കൂ, അതല്ലെങ്കിൽ പറയൂ ഞാൻ നുണ പറഞ്ഞതാണ്. ഏതെങ്കിലും ഒന്ന് പറയൂ. ഓക്കെ. അപ്പോ നിങ്ങൾ യേശു ക്രിസ്തുവിൽപ്പെട്ട ഒരു ദൈവമല്ല എന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് പഠിപ്പിച്ചത് അതല്ലല്ലോ ചോദ്യം. ഹലോ കേൾക്ക്. നിങ്ങൾക്ക് താഴെ പോകണോ അതോ സ്പീക്കർ പാനലിൽ ഇരിക്കണോ? ഒരു മിനിറ്റ്. ഓക്കെ, ബൈബിളിൽ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ നുണയല്ലേ? നിങ്ങൾ എഴുതിയിട്ട് നുണയല്ലേ? അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നതാ? നിങ്ങൾ അത് ഞങ്ങൾ പഠിപ്പിക്കാന്ന് പറഞ്ഞല്ലോ. അത് ഞങ്ങൾ പഠിപ്പിക്കാം. ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഞങ്ങൾ പഠിപ്പിച്ചു തരാന്ന് എസ് വി. അത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. അത് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. എന്താണ് ക്രൂശിൽ മരിച്ചത്, ആരാണ്, എല്ലാം ഞങ്ങൾ പഠിപ്പിച്ചു തരാം. പക്ഷെ ആദ്യം നിങ്ങൾ അംഗീകരിക്ക്, ഞാൻ എഴുതിയിട്ടത് തെറ്റായിപ്പോയി, ദൈവം മരിച്ചിട്ടില്ല. ഒന്ന് പറഞ്ഞേ. ഞാൻ പുറകെ പറഞ്ഞു. ഇനി അഥവാ വിദ്യാഭ്യാസ കുറവാണെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. പറഞ്ഞോളൂ. വേറൊന്നും വേണ്ട. ആദ്യം ഇതെല്ലാം നടക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. ദൈവം മരിച്ചു എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. ഞാനിപ്പോ നിങ്ങളെ ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണ് ദൈവം മരിച്ചു. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ വിശ്വാസം ഇല്ലെന്നേ. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ വിശ്വാസം ഞാൻ പറഞ്ഞല്ലോ, അത് പഠിപ്പിക്കലാന്ന് പറഞ്ഞല്ലോ. എസ് വിക്ക് ഇതുവരെ ഒന്നും പിടികിട്ടിയിട്ടില്ല. യെസ്. ഓക്കെ, അപ്പൊ നിങ്ങളിവിടെ സമ്മതിച്ചു യേശു ദൈവമല്ലായിരുന്നു. യേശു ക്രിസ്തു എവിടെയും ഞാൻ ബൈബിളിൽ ഇവിടെ സമ്മതിച്ചു യേശു ദൈവമല്ലായിരുന്നു. യേശു ക്രിസ്തു എവിടെയും ഞാൻ ബൈബിളിൽ അപ്പൊ നിങ്ങൾ ദൈവത്തെ ദോഷിക്കുന്നു, മനസ്സിൽ ദോഷിക്കുന്നു എന്ന് നിങ്ങൾ അംഗീകരിച്ചോ? അപ്പൊ നിങ്ങൾ യേശു ദൈവമാണെന്ന് അംഗീകരിക്കുകയും യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് കൊള്ളതെന്ന് അതും വിശ്വസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന കേൾവിക്കാർക്കെല്ലാം മനസ്സിലാവും എന്തുകൊണ്ടാണ് ചോദിച്ചതിന് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു കേട്ടെ. ചോദിച്ചതിനും അല്ലെങ്കിൽ ഇട്ട മെസ്സേജിനും അതുപോലെ ഒരെണ്ണം കാണിക്കുവാൻ പറഞ്ഞപ്പോൾ ബൈബിളിനകത്ത് അതില്ല. എന്നിട്ട് റൂട്ട് മാറ്റി ആവശ്യമില്ലാതെ ഈ റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അജീഷ് പകറുമായി സംസാരിച്ചപ്പോൾ 10 മിനിറ്റ് പ്രസംഗം മാത്രമേ ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തെ കഴിഞ്ഞ് അജീഷ് പകർ ചോദിച്ച ഒരു ചോദ്യത്തിന് ആൻസർ തന്നിട്ടില്ല. അതിനുശേഷമാണ് ഞാൻ ചായ എന്ത് ചെയ്യുന്നു, പെർമനന്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് വിട്ടത്. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ വിട്ടിരിക്കുന്നു. ഇനി അതായത് യക്യൂ പകർ ചോദിച്ചതിന് ആൻസർ തരുന്നില്ലെങ്കിൽ ഇന്നത്തെ കോട്ട എന്ന് വെച്ചാൽ ഇന്നത്തെ വിഷയം കഴിഞ്ഞു, അടുത്ത ദിവസം പുതിയ വിഷയമായിട്ട് വരട്ടെ. ഓക്കെ, അത് ശരി. നിങ്ങൾ 30 സെക്കൻഡ്സ് എടുത്ത് പറഞ്ഞോളൂ. ക്വസ്റ്റിന് മറുപടി പറഞ്ഞോളൂ. ഓക്കെ. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത് എന്താണ്, ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും പറയുന്നു യേശു ക്രിസ്തു ദൈവമാണെന്നും അദ്ദേഹത്തെ വിശ്വസിക്കുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ബൈബിളിൽ എവിടെ യേശു ക്രിസ്തു ദൈവമാണെന്ന് യേശു ക്രിസ്തു അവകാശപ്പെട്ടില്ല. അദ്ദേഹം ഞാനാണോ മൂവ് ചെയ്തത്? കാരണം ഇനി കണ്ടിന്യൂ ചെയ്ത കാര്യമില്ല. ഇറ്റ്സ് ഓക്കെ, ഡൺ. അത്രേ ഉള്ളൂ. പാവം പാവത്തിന് പരമാവധി നോക്കി, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് നിങ്ങൾ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റിമൂവ് ചെയ്യണോ? ഒന്നിലും കേട്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ റൂമിൽ നിന്ന് ലെഫ്റ്റ് ആവുക. ഞാൻ ഒരു കാര്യം